ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് കണ്ടാലോ. അപ്പോൾ അതാ നമ്മൾ നേരെ പോകുന്നത് ബാലുശ്ശേരിയിലേക്കാണ്. ആദ്യം തന്നെ ബാഗ് വാങ്ങാൻ വേണ്ടിയിട്ട് ഇവിടെ സോന ബാഗിലാണ് എത്തിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ സുട്ടു 1ാം ക്ലാസ്സിലേക്കാണ്, അതുകൊണ്ട് സുട്ടുവിനാണ് നമ്മൾ ബാഗ് വാങ്ങുന്നത്. ലച്ചുവിന് കഴിഞ്ഞ കൊല്ലം ബാഗ് വാങ്ങിയിരുന്നു. അപ്പം അവൾക്ക് സ്കൂളിൽ നിന്നും ഫ്രീ ആയിട്ടൊരു ബാഗും കിട്ടിയിരുന്നു. അപ്പോൾ 2 ബാഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് സുട്ടുവും ലച്ചുവും കൂടിയാണ് കഴിഞ്ഞ വർഷം കൊണ്ടുപോയത്. അപ്പോൾ ഇതാ നമ്മൾ ഇവിടുന്ന് ബാഗൊക്കെ വാങ്ങി. പിന്നെ ഇത് നമ്മൾ ഒരു ദിവസം കൊണ്ടുള്ള ഷോപ്പിംഗ് അല്ല, പല ദിവസങ്ങളിലായിട്ടാണ് നമ്മൾ ഷോപ്പിംഗ് ചെയ്തത്. അപ്പം ഒരു ദിവസം കൊണ്ട് എന്തായാലും നമുക്ക് കുറേ സാധനങ്ങളൊന്നും വാങ്ങാൻ പറ്റില്ല. അപ്പം പലയിടത്തും കയറിയാലേ നമുക്കിതൊക്കെ കിട്ടും. ഒരാൾ തലയൊക്കെ ചൊറിഞ്ഞുകൊണ്ടാണ് നോക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു അയ്യ കുട എന്തായാലും വാങ്ങേണ്ടത്, നമുക്ക് ചെറിയ കുട വാങ്ങാം, അപ്പോൾ എല്ലാവർക്കും യൂസ് ചെയ്യുകയും ചെയ്യാമല്ലോ. അപ്പോൾ ഇവർ ബസ്സിലായതുകൊണ്ട് അങ്ങനത്തെ ചെറിയ കുടേൻ്റെ ആവശ്യമില്ല. പിന്നെ ഞങ്ങൾ പോയത് കൂട്ടായിട്ടുള്ള മിൻഡോയിലേക്കാണ്. അവിടുന്ന് നമുക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു. അപ്പം കുഞ്ഞാറ്റയ്ക്ക് പിറന്നാളിന് ഈ ഒരു ഡയറി വാങ്ങിയപ്പോൾ ഇങ്ങനത്തെ ഒന്ന് വാങ്ങിത്തരണേന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വാങ്ങിത്തരാമെന്ന് പറഞ്ഞു. ഇതാ 2 ആളും 2 ഡയറി എടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ കുറച്ച് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നോക്കുകയാണ് കേട്ടോ. അപ്പം നല്ല ക്യൂട്ടായിട്ടുള്ള കട്ടറുകളൊക്കെ ഉണ്ട്. പിന്നെ കട്ടറൊക്കെ നമുക്ക് എല്ലാത്തിലും ബോക്സിലും എല്ലാത്തിലും ഫ്രീ ആയിട്ടൊക്കെ കിട്ടും. അതുകൊണ്ട് കട്ടറൊന്നും എടുത്തിട്ടില്ല. അപ്പം ആ ഒരു ലോക്കുള്ള ഒരു ബോക്സ് കണ്ടോ, അതൊക്കെ ഒരു വെറൈറ്റി സാധനമാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ലച്ചുവിനുള്ള ഇൻസ്ട്രുമെൻ്റൽ ബോക്സ് നോക്കുകയാണ്. അപ്പം നല്ല ഈ ബോക്സാണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നല്ലൊരു ബോക്സാണ്. അതിനെന്താ 200 രൂപ എങ്ങാനാണ് കേട്ടോ ഉള്ളത്. അപ്പം നമ്മളിങ്ങനത്തെ കുറേ സാധനങ്ങളാണ് വാങ്ങിയത്. ഇനി നമുക്ക് മെയിനായിട്ടുള്ള കുറേ സാധനങ്ങൾ കിട്ടാനുണ്ട്. മെയിനായിട്ട് ടെക്സ്റ്റൊന്നും കിട്ടിയിട്ടില്ല. അതിപ്പോൾ സ്കൂൾ തുറന്നിട്ടായിരുന്നു ടെക്സ്റ്റൊക്കെ കിട്ടുന്നത്. അതുപോലെ തന്നെ യൂണിഫോം കിട്ടിയിട്ടില്ല. അപ്പം യൂണിഫോം കിട്ടണം, അതടുപ്പിക്കണം, അങ്ങനെ കുറേ പരിപാടികളുണ്ട്. അപ്പം ഫസ്റ്റ് ഇപ്പോൾ സുട്ടു 1ലേക്ക് ആയതുകൊണ്ട് അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. എന്താ വെച്ചാലും മക്കൾ 1ലേക്ക് പോകുമ്പം അതിൻ്റെ ഒരു പ്രത്യേക എന്തോ ഒരു സുഖമുണ്ട്. അപ്പോൾ അതാ നമ്മൾ കുറേ വാട്ടർ ബോട്ടിലൊക്കെ ഇങ്ങനെ നോക്കുകയാണ്. അപ്പം കഴിഞ്ഞ കൊല്ലത്തേൻ്റെയൊക്കെ വാട്ടർ ബോട്ടിലിൻ്റെ ഈ ഇങ്ങനെ മൂടീൻ്റെ സ്ഥലത്ത് താഴെ വീഴുമ്പോൾ അതൊക്കെ പൊട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പൊട്ടാത്ത ടൈപ്പ് ആണ് നമ്മൾ നോക്കുന്നത്. പ്ലാസ്റ്റിക് എന്തായാലും നോക്കുന്നില്ല, നമ്മളെപ്പോഴും ഈ സ്റ്റീലിൻ്റെ പോലത്തെ ആണ് കേട്ടോ വാങ്ങുന്നത്. അപ്പോൾ ഇവിടെ കുറേ സ്റ്റിക്കറൊക്കെ കണ്ടു. അപ്പോൾ അങ്ങനത്തെ സ്റ്റിക്കറൊക്കെ വാങ്ങിക്കൊടുത്തു. അപ്പം ഇതൊക്കെ കാണുമ്പോൾ ഇതൊക്കെ അവർക്ക് ഓരോ ക്രാഫ്റ്റൊക്കെ ചെയ്യാൻ വേണ്ടി നല്ലതാണ്. അപ്പോഴാണ് അവിടെ ഒരു ജേണൽ കണ്ടത് കേട്ടോ. ഈ ജേണൽ 400 രൂപയാണ്. ഞാൻ വാങ്ങാമെന്ന് പറഞ്ഞു ലച്ചുവിനോട്. പക്ഷേ ലച്ചു പറഞ്ഞു വേണ്ട അമ്മയെ, പൈസയൊന്നും ഉണ്ടാവില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഇതാ അവിടെ ഒരു എറൈസർ കണ്ടിട്ടോ, നല്ലൊരു പിസ്സേൻ്റെ മോഡലുള്ള എറൈസർ. ഇതും വാങ്ങിയില്ല. എറൈസർ നല്ല പൈസ ഉണ്ട്. ഇതാ നമ്മൾ നല്ലൊരു ക്യൂട്ടായിട്ടുള്ള എറൈസർ കണ്ടു. ഇതൊക്കെ നമ്മൾ വാങ്ങിയിട്ടോ. ഈ കാണുന്ന സംഭവങ്ങളൊക്കെ നമ്മൾ വാങ്ങിയിട്ടുണ്ട്. അപ്പം പിന്നെ നമ്മൾ 2ാം ബാലുശ്ശേരി എത്തിയിട്ടുണ്ട്. അവിടെ നമ്മൾ ഫയലൊക്കെ വാങ്ങുന്നുണ്ട്. ഈ കുപ്പിയാണ് കേട്ടോ വാങ്ങിയത്. പിന്നെ അവർക്കുള്ള കുറച്ച് പെയിൻറ്റിങ്ങും കളറും അങ്ങനെ ഈ സ്നാക്സ് ബോക്സും പിന്നെ അങ്ങനത്തെ ബുക്കുകളൊക്കെ നമ്മൾ വാങ്ങുന്നുണ്ട്. അപ്പം നമുക്ക് കുട്ടികൾക്കുള്ള പെയിൻറ്റീസും ഒക്കെ വാങ്ങാനുണ്ടായിരുന്നു. അത് നമ്മൾ ബാലുശ്ശേരി ഇവിടുന്ന് പർച്ചേസൊക്കെ കഴിഞ്ഞ് ഇവിടെ നല്ല തിരക്കുണ്ട് കേട്ടോ. നമ്മളിവിടുന്ന് നോട്ടും വാങ്ങി, ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ നോട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ചിത്തിരയിലൊക്കെ പോയി. പിന്നെ നമ്മൾ 2ാം കൂട്ടാളുടെ പോയി കുറച്ചുകൂടി സാധനങ്ങൾ വാങ്ങിട്ടോ. ടാറ്റാ ബൈ ബൈ, സീ യു.